പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു നിമിഷം സങ്കൽപ്പിക്കുക. 1980കളിൽ കൊൽക്കത്തയിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരു പഴയ അംബാസിഡർ കാർ പതുക്കെ ഇരമ്പുന്നു. ഭാരമേറിയതും കരുത്തുറ്റതും അതിന്റെ ഗാംഭീര്യത്തിൽ രാജകീയവുമാണ്. റോഡുകളുടെ രാജാവ്. കാലം മാറുന്നു. ആളുകൾ മന്ത്രിക്കുന്നു. ഉയർന്ന മൈലേജ്, ഭാരം കുറഞ്ഞ കാറുകൾ, പുതിയ ഡിസൈനുകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഗതാഗതം. നിർമ്മാതാക്കൾ കേൾക്കുന്നു, പക്ഷേ അവഗണിക്കുന്നു. അംബാസിഡർ മതി, അവർ കരുതുന്നു. പിന്നെ ഒരു ദിവസം അവർ കാണുന്നു. അതേ റോഡിൽ ഇപ്പോൾ മാരുതി, ഹ്യൂണ്ടായി, ടൊയോട്ട, പുതിയ കാറുകൾ ഓടുന്നു. പഴയ രാജാവ് പതുക്കെ കാഴ്ചയിൽ നിന്ന് മങ്ങി. കൊഡാക്കിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. 1975-ൽ അവരുടെ എഞ്ചിനീയർ സ്റ്റീവ് സാസൺ ഒരു വിചിത്രമായ പെട്ടി കൊണ്ടുവരുന്നു. ടേപ്പിൽ ചിത്രങ്ങൾ പകർത്തിയ ഒരു ഡിജിറ്റൽ ക്യാമറ. ഭാവി അവരുടെ മുന്നിലായിരുന്നു. അവരത് കണ്ടു. അത് കുഴിച്ചിട്ടു. ഇത് വന്നാൽ ഫിലിം ബിസിനസ് അവസാനിക്കും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഫിലിം ഇല്ലാതായി. മൊബൈൽ ഫോൺ ക്യാമറകൾ ലോകം കീഴടക്കി. കൊഡാക്ക് തന്നെ പാപ്പരായി. നോക്കിയ. ഒരു കാലത്ത് ലോകത്തിലെ പകുതി മൊബൈൽ ഫോണുകളും അവരുടെ കൈവശമായിരുന്നു. എഞ്ചിനീയർമാർ പറഞ്ഞുകൊണ്ടിരുന്നു, നമുക്ക് ടച്ച് സ്ക്രീനുകൾ വേണം, ആപ്പുകൾ വേണം, പുതിയൊരു സംവിധാനം വേണം. ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇതൊക്കെ ഒരു ഫാഷനാണ്, ഇതുടൻ കടന്നുപോകും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിപണി വിഹിതത്തിന്റെ പകുതിയും ഏതാണ്ട് 0 കുറഞ്ഞു. അടയാളങ്ങളുണ്ടായിരുന്നു. അവ മറഞ്ഞിരുന്നില്ല. അവ അവഗണിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഇത്തരത്തിലുള്ള അന്ധതയെക്കുറിച്ച് സംസാരിക്കുന്നു. ജനകൂട്ടം ഒത്തുകൂടിയപ്പോൾ അവൻ പറഞ്ഞു, ഈ തലമുറ ദുഷ്ടതലമുറയാണ്. അതൊരു അടയാളം ആവശ്യപ്പെടുന്നു. എന്നാൽ യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരടയാളവും നൽകപ്പെടുകയില്ല. ലൂക്കോസ് 11:29. ജനകൂട്ടം ഈശോയെ വളയുന്നു. അവർക്ക് ആകാശത്തെ തകർക്കുന്ന ഒരത്ഭുതം വേണം. അവരുടെ നിബന്ധനകൾക്കനുസൃതമായ ചില തെളിവുകൾ വേണം. ഈശോ അവരുടെ കണ്ണുകൾ ആകാശത്തേക്കല്ല, ഒരു പുരാതന പ്രവാചകനിലേക്കാണ് തിരിക്കുന്നത്. യോന നിനിവേക്കാർക്ക് അടയാളമായി മാറിയതുപോലെ മനുഷ്യപുത്രനും ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. ലൂക്കോസ് 11:30. യോന വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല. അവനൊരു വ്യർത്ഥനും കോപമുള്ള പ്രവാചകനാണ്. അവന്റെ സന്ദേശം ചെറുതാണ്, പക്ഷേ വാളുപോലെ മൂർച്ചയുള്ളത്. ഇനി 40 ദിവസം നിനിവെ നശിപ്പിക്കപ്പെടും. നിനിവെ ആകാശത്ത് വെടിക്കിട്ട് കണ്ടില്ല. അവരൊരു വാക്ക് കേട്ടു. അതിൽ മുന്നറിയിപ്പും കരുണയും തിരിച്ചറിഞ്ഞു, രൂപാന്തരപ്പെട്ടു. ഈശോ പറയുന്നു, ന്യായവിധിയിൽ തെക്കേ ദേശത്തെ രാജ്ഞി ഈ തലമുറയോടൊപ്പം എഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. കാരണം അവൾ ഭൂമിയുടെ അറുതികളിൽ നിന്ന് ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്നു. ഇവിടെ ശലോമോനേക്കാൾ വലിയവനുണ്ട്. ന്യായവിധിയിൽ നിനിവയിലെ നിവാസികൾ ഈ തലമുറയോടൊപ്പം എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. കാരണം അവർ യോനയുടെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടു. ഇവിടെ യോനയേക്കാൾ വലിയവനുണ്ട്. ഒരു ദൂരരാജ്ഞി ജ്ഞാനം കേൾക്കാൻ മരുഭൂമി കടക്കുന്നു. ഒരു പാപകരമായ നഗരം ചില കടുത്ത വാക്കുകൾ കേട്ട് കരഞ്ഞും ഉപവസിച്ചും തകർന്നു. ഇവരെല്ലാം ജ്ഞാനം തന്നെ നിൽക്കുന്ന തലമുറയെ വിധിക്കും. അവർ ഇപ്പോഴും എനിക്ക് മറ്റൊരടയാളം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. സഹോദരന്മാരെ, നമ്മുടെ കാര്യമോ? നമ്മളും അടയാളങ്ങൾക്കായി തിരയുന്നു. നമ്മൾ പറയുന്നു, കർത്താവേ, നീ വാസ്തവത്തിൽ എന്നോടൊപ്പമുണ്ടെങ്കിൽ വലിയ എന്തെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നമ്മൾ യൂട്യൂബിൽ അത്ഭുതങ്ങൾക്കായി തിരയുന്നു. ശക്തമായ സാക്ഷ്യങ്ങൾ, തൽക്ഷണ ഉത്തരങ്ങൾ, തൽക്ഷണ അനുഗ്രഹങ്ങൾ. എന്നാൽ ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിനിടയിൽ ചെറിയ അടയാളങ്ങൾ എഴുതുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ തുറന്ന വചനം, ഒരു നിശബ്ദ തിങ്കളാഴ്ച കുർബാന, ഒരു കാഴ്ചയും കാണാത്തിടത്ത് ഈശോ തന്നെ സന്നിഹിതനാണ്. വീട്ടിലെ ഒരു പിരിമുറുക്കമുള്ള സാഹചര്യം, ക്ഷമിക്കാൻ, കേൾക്കാൻ, കുമ്പിടാൻ, ആദ്യപടിയെടുക്കാൻ എനിക്ക് കഴിയും. പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന ഒരു ദരിദ്രൻ പണം മാത്രമല്ല, ഒരു നോട്ടവും ബഹുമാനവും ചോദിക്കുന്നു. ഇവ ആകാശത്തുനിന്ന് വീഴുന്ന തീ പോലെ തോന്നുന്നില്ല, പക്ഷേ അവിടെയാണ് അടയാളം. നമുക്കും അംബാസിഡർ കാർ പോലെയാകാം. പഴയ മഹത്വം മുറുകെ പിടിക്കുന്നു. പുതിയ പാതകളും പുതിയ അടയാളങ്ങളും അവഗണിക്കുന്നു. കൊഡാക്ക് ഭാവിയെ ഭയന്നു.
ആ ഭാവി തന്നെ അതിനെ പിന്നിലുപേക്ഷിച്ചു. നമുക്കുള്ള പാത പുതിയതെല്ലാം അന്ധമായി സ്വീകരിക്കുകയോ പഴയതെല്ലാം അന്ധമായി നിരസിക്കുകയോ ചെയ്യുക എന്നതല്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, എല്ലാം ശോധിക്കുക, നല്ലത് മുറുകെ പിടിക്കുക. 1 തെസലോനിക്കർ 5:21. സുവിശേഷത്തിന് നവീകരണം ആവശ്യമില്ല, അതിന് ജീവിതമുണ്ട്. ഒരു വാഗ്ദാനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അബ്രാഹം ഊർ വിട്ടു. മദർ തെരേസ കൊൽക്കത്തയിലെ തെരുവുകളിലെ മരിക്കുന്ന മുഖങ്ങളിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം താമസിച്ചു. അവർ പറഞ്ഞു, എനിക്ക് ആദ്യം മറ്റൊരടയാളം തരുക എന്നതല്ല, മറിച്ച് എനിക്ക് ലഭിച്ച അടയാളത്തോട് ഞാൻ പ്രതികരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, വിശ്വാസമെന്നാൽ ലോകത്തെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുക എന്നാൽ എന്താണ്? അതായത് ഇതാണ്: ദൈനംദിന കുർബാനയെ ഞാനൊരു പതിവായി കണക്കാക്കുന്നില്ല, മറിച്ച് ആകാശവും ഭൂമിയും കൂടിച്ചേരുന്ന മേശയിലേക്ക് നോക്കുക. എന്റെ ഇണയിലും എന്റെ കുട്ടികളിലും എന്റെ സഹവിശ്വാസികളിലും എന്റെ അയൽവാസികളിലും എല്ലാവരിലും ക്രിസ്തുവിന്റെ അടയാളം ഞാൻ വീണ്ടും തിരയാൻ തുടങ്ങി. ഇന്ന് ഈശോ നമ്മോട് 2-3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. ആ സ്ഥലം തന്നെ എനിക്കൊരു വിളിയായിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ദൈവത്തോട് മറ്റൊരടയാളം ചോദിക്കുന്നത്? എന്റെ ജീവിതത്തിലെ ഏത് യോനയാണ് ആരുടെ ശബ്ദം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവന്റെ വചനം എന്നോട് മാറാൻ പറയുന്നു? എവിടെയാണ് ഈശോ ശാന്തമായ സ്വരത്തിൽ പറയുന്നത്, ഇതാ നിങ്ങൾ എന്നേക്കാൾ വലിയൊരടയാളം ചോദിക്കുന്നു, ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു? സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിന് ആകാശത്ത് വലിയ അക്ഷരങ്ങളിൽ നമുക്കുവേണ്ടി എഴുതേണ്ട ആവശ്യമില്ല. ഈശോ ക്രിസ്തു എന്ന നിലയിൽ അവൻ ഇതോടകം തന്നെ നമ്മുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ തെരുവുകളിലൂടെ നടന്നു, നമ്മുടെ പാപങ്ങൾ വഹിച്ചു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചോദ്യം, കർത്താവേ, നീ ഒരടയാളം തരുമോ ഇല്ലയോ എന്നതല്ല. ചോദ്യം ഇതാണ്: കർത്താവേ, നീ എനിക്ക് നൽകിയ അടയാളം ഞാൻ സ്വീകരിക്കുമോ? നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ എന്റെ ഉത്തരം നൽകുമോ? നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശുവേ, ഈ തലമുറയ്ക്ക് നൽകപ്പെട്ട അടയാളം നീയാണ്. എന്റെ കണ്ണുകൾ തുറക്കണമേ. ശ്രുതി, ഞാൻ നിന്റെ വചനത്തിലും നിന്റെ ദിവ്യകാരുണ്യത്തിലും നിന്റെ പാവപ്പെട്ടവരിലും നിന്നെ തിരിച്ചറിയണമേ. കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടാതെ നീ കാണിച്ചതിന് ഏസ് എന്ന് പറയാൻ പഠിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ. ഈ ദിവസത്തിന്റെ കൃപ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നടക്കും. ഈ കൃപ എനിക്ക് തരണമേ. ആമേൻ.